അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 2025 ഡിസംബർ 31 ലോകമെമ്പാടും ഒരു പുതിയൊരു ആചാരം അല്ലെങ്കിൽ ഒരു പുതിയൊരു ആഘോഷമായി കൊണ്ടുവന്നിരിക്കുകയാണ് ന്യൂ ഇയർ പാർട്ടി. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരവരുടെ സംസ്കാരമായി കൊണ്ടു നടക്കുന്ന ഈ ഒരു ആഘോഷം യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഘോഷം ഇല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ട് ആഘോഷങ്ങൾ, അതൊന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് ബലിപെരുന്നാളുമാണ്. അതിനേക്കാൾ അപ്പുറം മറ്റൊരാഘോഷം നമുക്കില്ല. പക്ഷെ ഇന്ന് കാലഘട്ടം ഒരുപാട് പുരോഗമിച്ചു. ആഘോഷങ്ങൾ പലതും ആഭാസങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വിവാഹാഘോഷമാവട്ടെ, ഇനിയെല്ലാം മറ്റേതെങ്കിലും തരത്തിലുള്ള ആഘോഷമാവട്ടെ, ഏതൊരാഘോഷവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിതത്തിന് മാതൃകാപരമായ ചട്ടക്കൂടുകൾ കൃത്യമായി പഠിപ്പിച്ചും പറഞ്ഞും കാണിച്ചും തന്നിട്ടുണ്ട്. ആ അതിർവരമ്പുകളൊക്കെയും ലംഘിച്ചുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആഘോഷങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറ്റാത്ത അത്രയും തരം താഴ്ന്ന രീതിയിലുള്ള ആഭാസത്തിലേക്ക്, പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ആഘോഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു പുതിയ ആഘോഷം എന്നുള്ള രീതിയിൽ പല ക്ലബ്ബുകളിലും അല്ലെങ്കിൽ കടപ്പുറത്തും മറ്റുള്ള ബീച്ച് ഫെസ്റ്റിവൽ, ഇങ്ങനെ പല തരത്തിലും പല പേരുകളിലായിട്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ മക്കൾ ചെന്നെത്തുമ്പോൾ അവർക്കതൊരു പുതിയ അനുഭവമായിരിക്കാം. എന്നാൽ ദുശ്ശീലങ്ങൾക്കുള്ള ഒരു പുതിയ തുടക്കമാവാനും സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം നമുക്കറിയാം, മയക്കുമരുന്നിന് അടിമപ്പെടുന്ന കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗം ചെറിയ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കിടയിൽ പലതും സംഭവിക്കാം. ഇത് കേൾക്കുമ്പോ പലരും പറയും, ഇത് പഴയകാല ചിന്താഗതിയാണ്, പുതിയ ചിന്താഗതി, അപ്ഡേറ്റ് ആയ ചിന്താഗതിയല്ല എന്ന് പലതരത്തിലുള്ള കുറ്റങ്ങളും കമന്റുകളും വരാം. പക്ഷെ നാം ചിന്തിക്കേണ്ടത്, നാം ജാഗ്രത പുലർത്തേണ്ടത് അടുത്ത് ജാഗ്രത പുലർത്തിയേ മതിയാവും. നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ, അല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന ദുശ്ശീലങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നാം ആണ് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത്, ആഘോഷങ്ങൾ വേണം, പക്ഷേ ഒന്നും തന്നെ അതിര് കടക്കരുത്. ന്യൂ ഇയറിന്റെ പേരിൽ ഒരു ആഘോഷം ഇസ്ലാമിലില്ല. അത് നമുക്ക് പറഞ്ഞതുമല്ല. അത് മറ്റു തരങ്ങളിലേക്ക് നമ്മുടെ മക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കാരണമാകുന്നു എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. ന്യൂ ഇയറിന്റെ പേര് പറഞ്ഞ്, ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ മക്കള് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നവരാണെങ്കിൽ അതിനൊരു കടിഞ്ഞാണിടുക. അത് മാത്രമല്ല, പല ആഘോഷങ്ങളുണ്ട്, പലതരത്തിലുള്ള കല്യാണമാവട്ടെ, ഏതൊരാഘോഷമാവട്ടെ, ഒന്നും തന്നെ ആഭാസമായി പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളോ നാമോ എത്തരുത്. ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും നന്മയുള്ള സൽ സ്വഭാവികളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.